ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? പതിവ് പോലെ തന്നെ അൽഹംദുലില്ലാ ഇന്നും നമ്മുടെ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ എന്ന് വെച്ചാൽ ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇതാ നോക്കിയേ, രാവിലെ തന്നെ ഇതാ നമ്മുടെ കാക്കകളൊക്കെ രാവിലെ തന്നെ എണീക്കുമല്ലോ. അവരവരെ ജോലി തുടങ്ങി. നമ്മളെപ്പോലെ മനുഷ്യന്മാരെ പോലെ കുറേ സമയമൊന്നും അവർ ഉറങ്ങില്ലല്ലോ. അപ്പോൾ ഈ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഇന്ന് നമുക്കിനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇന്ന് രാവിലെ ഞാനൊരു തട്ടിക്കുട്ടൽ പരിപാടിയാണ്. നമ്മുടെ ഓംലേറ്റ് ബ്രെഡ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാക്കും കേട്ടോ. ഒന്നുകിൽ മടിയുള്ള ദിവസമായിരിക്കും, അല്ലെങ്കിൽ നല്ല ജോലിയുള്ള ദിവസമില്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയിലാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും, ഇത്രയും ഐറ്റംസാണ് കേട്ടോ. പിന്നെ ആവശ്യമെങ്കിൽ പച്ചമുളകും ചേർക്കുക. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്കൂളും മദ്രസയൊക്കെ അടച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് ചാടി എണീറ്റ് പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊന്നും തീർക്കണ്ടല്ലോ. കുറച്ച് സമാധാനമുണ്ട്. നമുക്ക് രാവിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനും മോർണിംഗ് വൈബില്ലേ അതൊക്കെ ആസ്വദിക്കാനും കുറച്ച് സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാക്കാമെന്ന് വെച്ചാൽ, കാരണം കുട്ടികൾക്കെല്ലാം ഇതൊക്കെ ഇഷ്ടം കേട്ടോ. ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കുഴപ്പമില്ല. അല്ലെങ്കിൽ ബാക്കി ഇഡ്ഡലി ദോശ അങ്ങനെയൊന്നും കഴിക്കില്ല. ഒരെണ്ണം അങ്ങനെയൊക്കെ കഴിക്കും. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൻ്റെ സൈഡ് മുഴുവൻ മാങ്ങയാണ്. അപ്പോൾ ഇങ്ങനെ വവ്വാലൊക്കെ രാത്രി ഇങ്ങനെ മാങ്ങ കടിച്ച് കൊത്തിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ പറിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള മരങ്ങളിൽ ഇങ്ങനെ കൊത്തി താഴ്ത്തുക. അതെല്ലാം രാവിലെ പെറുക്കി കളയാൻ കുറച്ച് സമയമുണ്ട്. പിന്നെ ഒരുപാട് മുറ്റടിക്കാനുണ്ട്. പിന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഈ വെജീസൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എളുപ്പം കേട്ടോ. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തേക്കണേ. പിന്നെ എന്തൊക്കെയാ, പിന്നെ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ വെജീസില്ലേ ഒന്ന് ചൂടാക്കി ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് വെന്ത് ഒഴിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അത് സവോള ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സവോളയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ സ്പൈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടല്ലോ. നമുക്ക് വലിയവർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കുട്ടികൾക്കുള്ളതാണ്. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കാറുണ്ടോ? അടിപൊളി കേട്ടോ. പിസ്സയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കണേ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് 2 മുട്ട ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ്, ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. ഇതിൻ്റെ മുകളിലൊന്ന് വെന്തിട്ടാണ്. അപ്പോൾ അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച്
ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവും, കുറച്ച് എരിവും ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക, കാരണം ഒരു പിസ്സയുടെ ടേസ്റ്റ് കിട്ടും. ചെറിയ വിലയുള്ളൂ ഒറിഗാനോ, ഒരുപാട് കാലം ഉപയോഗിക്കാം. അതവിടെ നിന്ന് കുക്കാകുന്ന സമയം ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, ഒരു കുക്കർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ വസ്ത്രാക്ഷേപമൊക്കെ നടത്തിയിട്ടാണ് അവർ ഓപ്പൺ ഡെലിവറി ആയിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയത്. പിന്നെ മക്കളുടെ വക വേറെയും നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയത് അതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്. പിന്നെ മോനുണ്ടാവും കേട്ടോ, മാഷാ അല്ലാഹ്, എൻ്റെ കൂടെ എല്ലാ പണിക്കും അവനുണ്ടാവും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുക്കർ കേട്ടോ. ഈ ഇങ്ങനെ ഉള്ളിലൂടെ ഈ പിന്നെ കുക്കർ അടച്ചു വെക്കുന്നില്ല, അത് എനിക്ക് അത്ര റിസ്ക്. കുറച്ച് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കില്ലേ. ഇപ്പോൾ പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ്. എനിക്കിതിനിങ്ങനെ ഉള്ളിലിട്ട് എടുക്കുമ്പോഴൊക്കെ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നലുണ്ട്. അതൊക്കെ ഞാൻ അവിടെ വെച്ച്. അപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് എന്തായെന്ന് അറിയില്ലല്ലോ, നമുക്ക് പോയി നോക്കാം. ഇതാ ഓംപ്ലേറ്റ് അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ട്. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. മേലെ കുറച്ച് ഇതോ എന്താ പറയുക, ചീസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതുകൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് കൂടി ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ബ്രെഡ് ഞാൻ ചൂടാക്കി എടുക്കട്ടെ. അതിലടക്ക് മോന് ചെവേദന എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഇന്നലെ വീട്ടിൽ പോയാലും വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ പിന്നെ എപ്പോഴും ഒരു സ്റ്റോക്കുള്ള സാധനം കുക്കുംബർ കേട്ടോ. അത് എപ്പോഴും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു സാധനം നമ്മളെ വീട്ടിലെപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്നേ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതാ ഞാൻ ബ്രെഡ് എടുത്ത് ഞാൻ അതിൻ്റെ മേലെ നമുക്ക് ഓംലെറ്റ് കൂടി വെക്കാം. നന്നായിട്ടില്ല അവരൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമില്ല, എന്തായാലും അവർ കഴിക്കും. ഇങ്ങനെ അലസമായിട്ടൊക്കെ കൊടുക്കുമ്പോഴേ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇതേ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുക്കുംബറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. മക്കൾക്കൊക്കെ എടുത്ത് അവർ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണി മെഷീന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അതൊന്ന് ആറാനിടണം. നിങ്ങളങ്ങോട്ട് എന്താ പറയുക ഇതിനൊക്കെ? തുണി ആറിയിടലെന്നാണ് നമ്മൾ കണ്ണൂർ ഭാഗത്ത് പറയുക. അപ്പോൾ ഇവിടെ രാവിലെ ഒരു 9 o'clock ആകുമ്പോഴേക്കും നല്ല വെയിലുണ്ടാവും. അത് കഴിഞ്ഞൊരു 5 മണി വരെ ഇവിടുത്തെ വെയിൽ പോലും കേട്ടോ, നല്ല വെയിലാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഉണക്കിയിട്ടൊന്നുമില്ല, മെഷീനിൽ നിന്ന് നേരിട്ടെടുത്തിട്ട് ഇതുപോലെ വെള്ളാറാനിടുകയാണേ. അപ്പോൾ നമ്മുടെ ഈ പരിപാടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. കേക്കുള്ളത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതാ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ ഈ താലോരിയില്ലേ അത് ഓലം വെച്ചതാണേ, താലോരിക്ക. പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, സാമ്പാറുണ്ട്, നല്ല അടിപൊളി സാമ്പാർ കേട്ടോ. പിന്നെ ചോറുണ്ട്. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ രാത്രി കാഴ്ചയാണ് ഇതാണ്. രാത്രി നമ്മൾ ഒരു എന്താ പറയുക, വിഷുവോടനുബന്ധിച്ച് പടക്കം കട ഓപ്പൺ ആയാലും എൻ്റെ വീട്ടിലത് ഈ ഒരു സീനായിരിക്കും എപ്പോഴും രാത്രി ഉണ്ടാവും.